ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ. സിമ്പിൾ ആയിട്ട് എങ്ങനെ വീട്ടിൽ പൂജ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഒരുപാട് പേര് പറയാറുണ്ട് പൂജ ചെയ്യാൻ അറിയില്ല, എങ്ങനെയാണ് പൂജ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, പൂജാ റൂം നിങ്ങൾ നല്ല വൃത്തിയായിട്ട് തുടച്ച് വൃത്തിയാക്കി ഇടണം. ഒരിക്കലും പൂജാ റൂമിൽ മാറാല, അതുപോലെ തന്നെ പൊടികള്, അഴുക്ക് ഇതൊന്നും ഉണ്ടാവരുത്. അങ്ങനെയുള്ള വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവില്ല. അപ്പൊ റോസ് വാട്ടറോ കർപ്പൂരോ അല്ലെങ്കിൽ ജവാദ് പൗഡറോ ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ പൂജാ റൂം നല്ല നീറ്റായിട്ട് തുടച്ച് വൃത്തിയാക്കി വെക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ പൂജാ റൂമിൽ ഐഡൽസ് ഉണ്ടെങ്കിൽ നിത്യവും നിങ്ങൾ അഭിഷേകം ചെയ്ത് വസ്ത്രം ഉടുപ്പിച്ചു കൊടുത്ത് പൂക്കൾ വെച്ച് അലങ്കരിച്ചിട്ട് മാത്രമേ പൂജ ചെയ്യാൻ പാടുള്ളൂ. മഞ്ഞള്, കുങ്കുമം, ചന്ദനം, കളഭം ഇതൊക്കെ വെച്ചിട്ട് പൊട്ടു തൊട്ട് കൊടുത്ത് നല്ല ഭംഗിയായിട്ട് അലങ്കരിക്കണം. ഫോട്ടോ ഒന്നും ഒരിക്കലും പൊടി പിടിച്ച് കിടക്കാൻ പാടില്ല. നമ്മൾ ദിവസവും കുളിച്ച് ശുദ്ധമായി നല്ല ഭംഗിയായിട്ട് നടക്കണ പോലെ തന്നെ പൂജാമുറിയിലിരിക്കുന്ന ദൈവങ്ങളുടെ ഫോട്ടോ ആയാലും വിഗ്രഹമായാലും ഒരുക്കണം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കലശച്ചെമ്പാണ്. ഇത് ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും വെച്ചിരിക്കണം. ഇതിൽ കുറച്ച് വെള്ളം, പൂക്കള്, അതുപോലെ തന്നെ കുറച്ച് കർപ്പൂരം, പച്ചക്കർപ്പൂരമാണ്. പച്ചക്കർപ്പൂരം, ഏലക്കപ്പൊടി, ജവാദ് പൗഡർ, ഇങ്ങനെ സുഗന്ധമുള്ളതൊക്കെ ഇതിലിട്ട് വെക്കാം. ഭഗവാൻ എന്തെങ്കിലും പ്രസാദം വെച്ചാലേ ആ പൂജ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. പ്രസാദം വെക്കാതെ നമ്മൾ ഭഗവാനെ പൂജിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യക്കുറവുണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ഭക്ഷണമാണോ ഉണ്ടാക്കുന്നത്, ആ സാത്വികമായിട്ടുള്ള ഭക്ഷണം ഭഗവാന് വെച്ചിട്ട് മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. നമ്മളിപ്പോൾ അലങ്കാരമൊക്കെ ചെയ്തു, നിവേദ്യമൊക്കെ വെച്ചു ഭഗവാന്. ഇനി നമ്മൾ ദീപം തെളിയിക്കണം. ദീപം തെളിയിക്കുന്ന സമയത്ത് മന്ത്രം ജപിച്ചുകൊണ്ട് ദീപം തെളിയിക്കുക. ഓം ശ്രീം ലക്ഷ്മി പ്രിയായ വിഷ്ണുമൂർത്തയേ ഓം ശ്രീം നമ. ഇനി ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, നമ്മൾ വിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ മണിയടിച്ച് പൂജാമുറിയെ ഉണർത്തണം. ആദ്യം നമ്മൾ ധൂപാരതിയാണ് എടുക്കേണ്ടത്. ധൂപാരതി എടുക്കുന്ന സമയത്ത് ഭഗവാന്റെ പാദത്തിൽ നിന്ന് എടുക്കണം. ക്ലോക്ക് വൈസ് ആണ് എടുക്കേണ്ടത്. ഓം എന്ന രീതിയിലാണ് നമ്മൾ ആരതി എടുക്കേണ്ടത്. ആദ്യം പാദം, പിന്നീട് നാഭി, പിന്നെ അതിനുശേഷം മുകൾ ഭാഗം, മുഖം. ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണുലക്ഷ്മി പ്രചോദയാത്. ധൂപാരതി എടുത്തതിന് ശേഷം കർപ്പൂരാരതി എടുക്കുക. ഓം നാരായണായ വിദ്മഹേ വാസുദേവായ. അവസാനത്തേത് മഹാ ആരതിയാണ്. ഇത് എടുക്കുന്നതോടുകൂടി പൂജ സമർപ്പണം. ഓം